السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു. ഒരുപാട് ആളുകൾ ചെയ്യേണ്ട കാര്യം ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ചൊവ്വായ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ ചലിക്കുന്നവൻ. ഒരിക്കലും അദ്ദേഹം ഒരു മുശ്രിക്കും ആയിരുന്നില്ല. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഒരു നന്മയായിട്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവൻ ആയിരുന്നു. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയും നേരായ മാർഗത്തിൽ അഥവാ സിറാത്തുൽ മുസ്തഖീമിൽ അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങൾക്കും വിധേയനാക്കി. ആ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹം വിജയിച്ചു, പൂർത്തീകരിച്ചു ആ പരീക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ നിന്നെ ജനങ്ങൾക്ക് ഇമാമാക്കും. അതിന്ന് നമ്മൾ പ്രയോഗത്തിൽ കാണുന്നുമുണ്ട്. കാരണം എന്തു തന്നെ വ്യത്യാസങ്ങളുണ്ടായാലും ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു മഹാനായ പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ധാരാളം പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേ, അദ്ദേഹത്തെ അവൻ നേർമാർഗത്തിൻ്റെ മാതൃകയും സന്മാർഗികളുടെ നേതാവും ശിർക്കിൻ്റെ എതിരാളിയുമായി തൗഹീദിൻ്റെ കൊടി വഹിക്കുന്ന ആളുമാക്കി ഉയർത്തിയിരിക്കുന്നു. ചൊവ്വായ മാർഗത്തിലേക്ക് അദ്ദേഹത്തെ അള്ളാഹു നയിച്ചിരിക്കുന്നു. അള്ളാഹു നേർമാർഗത്തിലേക്ക് നയിച്ചു കൊടുത്തവർ പിന്നെ വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെയുള്ള ധാരാളം അനുഗ്രഹങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നു. ചെറുപ്പത്തിലും മധ്യവയസ്കനായപ്പോഴും വാർദ്ധക്യത്തിലും അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുന്നുണ്ടായി. ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം വിജയിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മാർഗങ്ങൾ പിന്തുടരുന്ന സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.